ചേർത്തല നഗരസഭ ജീവൻ രക്ഷാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഭിലാഷ് ജീവൻ രക്ഷാ മെഗാ ധനസമാഹരണം ജൂൺ 14 നടക്കും. 5 മണിക്കൂറിൽ 1.5 കോടി രൂപ സമാഹരിക്കുകയാണ് യജ്ഞത്തിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KMCN ചാനലിലെ ക്യാമറാമാനായ CMC 12 ചെറുതുരുത്തിൽ വീട്ടിൽ അഭിലാഷിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട അടിയന്തര ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിനായി ജൂൺ 14 മെഗാ ധനസമാഹരണം നടത്തുകയാണ്. ചേർത്തല നഗരസഭ ജീവൻ രക്ഷാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ധനസമാഹരണം നടത്തുന്നത്. രാവിലെ 7 മുതൽ 12 മണി വരെയുള്ള 5 മണിക്കൂർ സമയം കൊണ്ട് 1.5 കോടി രൂപ സമാഹരിക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. അഭിലാഷിന്റെ ചികിത്സയ്ക്ക് വലിയ സാമ്പത്തിക സഹായം ആവശ്യമായ സാഹചര്യത്തിലാണ് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ധനസമാഹരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. പരിപാടി വിജയകരമാക്കുന്നതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ജീവൻ രക്ഷാ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ S. സോബിൻ, വൈസ് ചെയർപേഴ്സൺ NL. വത്സലകുമാരി, ജീവൻ രക്ഷാ സമിതി ജനറൽ കൺവീനർ KT. മധു, ജോയിന്റ് കൺവീനർ അനൂപ് ചാക്കോ, D. ജ്യോതിഷ്, KC. ആന്റണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതു കളക്ഷനാണ് ഈ 14-ാം തീയതി നടക്കുന്നത്. ഇതുവരെയും 1,30,00,000 രൂപ 6 പേരുടെ പേരിൽ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സ്വരൂപിച്ചതിൽ നിന്ന് 11 പേരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകനായ ശ്രീ അഭിലാഷിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ധനസമാഹരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അഭിലാഷ് മാത്രമല്ല, അതിനു പുറമെ ഇനി നഗരത്തിലും 36 വാർഡുകളിലും ആരെങ്കിലും അവയവം മാറ്റിവെക്കേണ്ട തരത്തിൽ രോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടി മാറ്റിവെക്കത്തക്ക തരത്തിലുള്ളൊരു ഫണ്ട് കളക്ഷൻ സമാഹരിക്കുക എന്നുള്ളതാണ് ജീവൻ രക്ഷാ സമിതിയുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് 36 വാർഡുകളിലും 36 സംഘാടക സമിതി രൂപീകരിച്ച് അതിൻ്റെ എക്സിക്യൂട്ടീവും 36 വാർഡുകളിലായി ഏകദേശം 188 സ്ക്വാഡുകളാണ് 14-ാം തീയതി ഒരേ സമയം 5 മണിക്കൂർ കൊണ്ട് 36 വാർഡുകളിലെ 12,000 പരം വീടുകളിൽ കയറിയിറങ്ങുന്നത്. അഭിലാഷിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് ചേർത്തല നഗരസഭ ജീവൻ രക്ഷാ സമിതി. നഗരസഭയുടെ 36 വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ട വാർഡ് തല സമിതികൾ രൂപീകരിച്ചു കഴിഞ്ഞു. 12,500 വീടുകളാണ് നമുക്കുള്ളത്. ഏകദേശം 3000-ഓളം സ്ഥാപനങ്ങളും ചേർത്തല നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കേന്ദ്രീകരിച്ച് ഒരു വലിയ ചികിത്സാ സഹായം സമാഹരിക്കാനാണ് നാം ലക്ഷ്യമിടുന്നത്.